നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. അയർലൻഡിൽ വിലക്കയറ്റം. അയർലൻഡിൽ ഭക്ഷ്യവസ്തുക്കളുടെ വില വർദ്ധിച്ചു. കഴിഞ്ഞ മാസം 0.2%, കഴിഞ്ഞ 12 മാസത്തിനിടെ 4.6% വർധനവാണ് ഉണ്ടായത്. പോലീസിനെ ആക്രമിച്ചത് പാകിസ്ഥാനി. ഡബ്ലിനിൽ പോലീസുകാരനെ കുത്തിപ്പരിക്കേൽപ്പിച്ച 20കാരൻ പാകിസ്ഥാൻ സ്വദേശിയെന്ന് റിപ്പോർട്ട്. അതേസമയം പ്രശ്നങ്ങൾ ഭയന്ന് പ്രതി ഐറിഷ് പൗരൻ തന്നെയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിലാണ് പോലീസും സർക്കാരും. ട്രാഫിക് ഡ്യൂട്ടിയോട് മുഖം തിരിച്ച് പോലീസ്. അയർലൻഡിൽ ട്രാഫിക് ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെടുന്ന പോലീസുകാർ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തുന്നതായി കണ്ടെത്തൽ. പോലീസിംഗ് ആൻഡ് കമ്മ്യൂണിറ്റി സേഫ്റ്റി അതോറിറ്റിയാണ് ഇത് സംബന്ധിച്ച ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിട്ടത്. അമേരിക്കയുമായുള്ള വ്യാപാര കരാറിൽ നോർത്തേൺ അയർലൻഡിലെ നേതാക്കളുമായി ചർച്ച നടത്താൻ ഉപപ്രധാനമന്ത്രി സൈമൺ ഹാരിസ്. വ്യത്യസ്ത താരിഫുകൾ ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് നേതാക്കളുമായി സൈമൺ ഹാരിസ് ചർച്ച നടത്തുന്നത്. ഡബ്ലിനിൽ വീടുകളുടെ നിർമ്മാണത്തിന് അനുമതി നിഷേധിച്ച് ആസൂത്രണ കമ്മീഷൻ. എൻവയോൺമെന്റൽ ഇംപാക്ട് അസൈൻമെന്റ് റിപ്പോർട്ടിൽ മതിയായ വിവരങ്ങൾ ഇല്ലാത്തതിനെ തുടർന്നാണ് നടപടി. വാരാന്ത്യ ബാങ്ക് അവധി ദിനങ്ങളിൽ വെള്ളം അനാവശ്യമായി പാഴാക്കരുതെന്ന മുന്നറിയിപ്പുമായി സൈറാൻ. പൈപ്പുകളിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ്. 28 മണിക്കൂർ ജലവിതരണം തടസ്സപ്പെടും. അയർലൻഡ് അണ്ടർ 15 ടീമിന്റെ ഭാഗമായി മലയാളി വിദ്യാർത്ഥികൾ. ആഡംസ്റ്റൗൺ ക്രിക്കറ്റ് ക്ലബിന്റെ ശ്രാവൺ ബിജു, ഫീനിക്സ് ക്രിക്കറ്റ് ക്ലബിന്റെ ആദിൽ നൈസാം എന്നിവർക്കാണ് സുവർണ നേട്ടം. യൂറോ 100-ന് മുകളിൽ തുടരും. യൂറോ രൂപ വിനിമയ നിരക്ക് 100-ന് മുകളിൽ തുടരുമെന്ന് പ്രവചിച്ച് സാമ്പത്തിക വിദഗ്ധർ. വർഷം മുഴുവൻ ഈ സ്ഥിതി തുടരുമെന്നാണ് പ്രവചനം. ബലാത്സംഗ കേസിൽ യുവാവിന് തടവ്. വിനോദസഞ്ചാരത്തിനായി എത്തിയ സ്പാനിഷ് യുവതിയെ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ യുവാവിന് തടവ്. 34കാരനായ ക്രിസ്റ്റഫർ ഒ ഗ്രീഡിക്കാണ് കോടതി 7 വർഷം തടവ് ശിക്ഷ വിധിച്ചത്. വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. കൗണ്ടി വാട്ടർഫോർഡിൽ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. 20 വയസ്സുള്ള മോട്ടോർ സൈക്കിൾ യാത്രികനാണ് മരിച്ചത്. ഗാസയിലെ വിവിധ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങളിൽ വെടിവയ്പ്. 91 പേർ കൊല്ലപ്പെട്ടു. 600-ലധികം പേർക്ക് പരിക്കേറ്റു. 2023-ൽ ഇമ്രാൻഖാന്റെ അറസ്റ്റിന് പിന്നാലെയുണ്ടായ കലാപത്തിൽ കുറ്റക്കാർക്ക് തടവ് ശിക്ഷ. അനുയായികളായ 196 പേർക്ക് 10 വർഷം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത്. അമേരിക്കയിൽ നിന്നും F-35 യുദ്ധവിമാനം വാങ്ങാനുള്ള പദ്ധതി ഉപേക്ഷിച്ച് കേന്ദ്രം. ഇന്ത്യക്കെതിരെ ഡൊണാൾഡ് ട്രംപ് 25% തീരുവ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് നടപടി. ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് സെപ്റ്റംബർ 9-ന്. ജഗദീപ് ധൻഖർ രാജിവെച്ച ഒഴിവിലേക്കാണ് തിരഞ്ഞെടുപ്പ്. വിജ്ഞാപനം ഈ മാസം 7-ന് പുറപ്പെടുവിക്കും. മലക്കപ്പാറയിൽ പുലിയുടെ ആക്രമണത്തിൽ 4 വയസ്സുകാരന്റെ തലയ്ക്ക് പരിക്ക്. മലക്കപ്പാറ ബീരാൻകുടി മേഖലയിലെ ബേബിയുടെ മകൻ രാഹുലിനെയാണ് പുലി ആക്രമിച്ചത്. ശാന്തൻപാറയിലെ കാർഡമം ഹിൽ റിസർവിൽ ഉൾപ്പെട്ട ഭൂമിയിൽ നിന്നും വ്യാപകമായി മരമുറിച്ച സംഭവത്തിൽ ഇടപെട്ട് ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്വമേധയാ കേസെടുത്തു. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പുതിയ പരിശീലകനായി ഖാലിദ് ജമീൽ. 13 വർഷങ്ങൾക്ക് ശേഷമാണ് ടീമിന് ഒരു ഇന്ത്യൻ പരിശീലകനെ ലഭിക്കുന്നത്. അയർലൻഡിൽ ഇന്ത്യ 224 റൺസിന് പുറത്ത്. ഇംഗ്ലണ്ടിനെതിരായ 5ാം ടെസ്റ്റിലെ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 224 റൺസിന് പുറത്ത്. ഇംഗ്ലണ്ടിനായി ഗസ് ആറ്റ്കിൻസൺ 5 വിക്കറ്റ് നേടി. അയർലൻഡിൽ മഴ കുറയും. വാരാന്ത്യ ദിനങ്ങളിൽ അയർലൻഡിൽ മഴ കുറയുമെന്ന് മെറ്റായറാൻ. പകൽ സമയങ്ങളിൽ ചൂടുള്ള വരണ്ട കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക. താപനില 21 ഡിഗ്രി വരെ ഉയരും. മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരള കർണാടക തീരങ്ങളിൽ 5 ദിവസത്തേക്ക് മത്സ്യബന്ധനത്തിന് വിലക്ക്. തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.